ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യം. ഇന്നത്തെ ന്യൂ ജനറേഷൻ കാലത്തെ വിവാഹങ്ങൾ ആഡംബരപൂർണമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹബന്ധങ്ങൾ വേർപെടുത്താനും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള തുറന്നു പറച്ചിലുകൾ ഇല്ലാതെയാവുന്നതും ഒരു കാരണമാണ്. ഇതിനെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് തീരാവുന്നതൊന്നുമല്ല. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുന്നതിനും സംസാരിക്കുന്നതിനും സമയം കണ്ടെത്തണം. എല്ലാവരും ഒന്നും തികഞ്ഞവരുമൊന്നുമല്ല. എല്ലാവരിലും കുറവുള്ളവരാണ്. എല്ലാവരിലും പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ, ഒന്ന് സോറി പറയാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നങ്ങളാണ് കുറേയൊക്കെ. ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന പല അസ്വസ്ഥതകളും ഉണ്ടാകാം. ഒരാളുടെ കുറവിൽ ഒന്ന് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും കഴിയണം. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവത്തിന് മുന്നിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഒരു ഭാര്യയോ ഭർത്താവോ തയ്യാറായാൽ മാറുമെന്നേ കുറേ പ്രശ്നങ്ങളും. ഒരു ചെറിയ കഥയായാലോ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും മരിച്ചു. ദൈവസന്നിധിയിലെത്തി. ദൈവം വിധിക്കാനായി കടന്നു വന്നപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതം തരികയാണെങ്കിൽ നീരാളിയെപ്പോലെ 6 കൈയും കാലുമുള്ള ഒരു ജീവിതം തന്നാൽ മതി. ഇത് കേട്ട ദൈവം പറഞ്ഞു, ഇത്രയും ശ്രേഷ്ഠനായ മനുഷ്യ, നിനക്ക് എന്തിനാണ് ഈ 6 കൈയും കാലും? മനുഷ്യൻ പറഞ്ഞു, 6 കൈയും കാലും ഉണ്ടെങ്കിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ. ദൈവം മറുപടി പറഞ്ഞു, 2 കൈ തന്നിട്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ അറിയാത്ത നീയാണോ 6 കൈ തന്നിട്ട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നത്? അതുകൊണ്ട് എന്ന് തീരുമെന്നറിയാത്ത യാത്രയിലാണ് നമ്മൾ. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ.